2026 മാർച്ച് 31 ചൊവ്വാഴ്ച പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ ഇന്ന് 32ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ GCC രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഇറാൻ തുടരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇന്നും അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ദുബായ് പോർട്ടിനടുത്ത് നങ്കൂരമിട്ടിരുന്ന കുവൈറ്റി എണ്ണ ടാങ്കറിന് നേരെ ഇറാനിയൻ ആക്രമണമാണ് ഇന്നിപ്പോൾ ആദ്യം പറയാനുള്ളത്. അൽസലാമി എന്ന എണ്ണ ടാങ്കറാണ് അർദ്ധരാത്രി കഴിഞ്ഞ് 12:10 ആക്രമിക്കപ്പെട്ടത്. തീപിടുത്തം ഉണ്ടായി. എണ്ണച്ചോർച്ചയില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ദുബായിൽ നിന്നും എമർജൻസി സംഘം, വിദഗ്ധരടങ്ങുന്ന സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി കൺട്രോൾ ചെയ്തു. എണ്ണച്ചോർച്ചയില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. ഓയിൽ ലീക്കേജ് പോലെയുള്ള സാഹചര്യങ്ങളില്ല എന്ന് ദുബായ് അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് ദുബായ് മീഡിയ ഓഫീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കപ്പലിലുണ്ടായിരുന്ന ടാങ്കറിലുണ്ടായിരുന്ന 24 ജീവനക്കാരും സുരക്ഷിതരാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ഇതിന് തൊട്ടു മുൻപ് ഇറാനിലെ മജാദ് വിമാനത്താവളത്തിൽ ഇറാനിയൻ സിവിലിയൻ വിമാനത്തിന് നേരെ അമേരിക്ക ഒരു ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വിവിധ വാർത്താ ഏജൻസികൾ നൽകിയിരുന്നു. ഇന്ത്യയിലേക്ക് മരുന്നുകളും മറ്റു കാര്യങ്ങളും കൊണ്ടുവരാനായി തിരിക്കാനിരുന്ന വിമാനത്തിന് നേരെയാണ് അമേരിക്ക ആക്രമണം നടത്തിയതെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മഷാദ് രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെ നടന്ന വ്യോമാക്രമണത്തിനിടെയാണ് വിമാനത്തിന് നേരെയും ആക്രമണം ഉണ്ടായത്. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അതിന് പിന്നാലെയാണ് കുവൈറ്റി എണ്ണ ടാങ്കർ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായതെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൗദി അറേബ്യയിലും ഇന്ന് 10ഓളം ഡ്രോണുകൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറിനകം ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അൽഖാർജ് ഗവർണറേറ്റിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി. 6ഓളം വീടുകൾക്കാണ് കേടുപാടുകൾ ഉണ്ടായത്. അവശിഷ്ടങ്ങൾ വീണാണ്, ആർക്കും പരിക്കില്ല എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദുബായ് അൽബദായില് ഉപേക്ഷിക്കപ്പെട്ട ഒരു വീടിന്റെ അടുത്ത് മിസൈൽ അവശിഷ്ടങ്ങൾ വീണതായുള്ള റിപ്പോർട്ടുകൾ ദുബായ് അധികൃതർ നൽകുന്നുണ്ട്. ഇതിന് തൊട്ടടുത്തുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും ദുബായ് അധികൃതർ നൽകുന്നുണ്ട്. 32ാം ദിവസമായി ഇന്ന് ഇസ്രയേലിലും ഇറാനിലും വലിയ സ്ഫോടന ശബ്ദങ്ങളും കാര്യങ്ങളും കേൾക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വാർത്താ ഏജൻസികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിൽ 10ഓളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. വലിയ രീതിയിൽ സൈറണുകളും കാര്യങ്ങളും മുഴങ്ങുന്നുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ടെഹ്റാനിലും വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ഇടയിൽ ചർച്ചകൾ നടക്കുന്നുവെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ തള്ളിയിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല. യഥാർത്ഥത്തിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിന് പകരം പാകിസ്ഥാൻ പോലുള്ള ഇടനിലക്കാരുമായി ബന്ധപ്പെടുത്തി വളഞ്ഞ ചർച്ചകൾ നടത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അതിൽ ഇറാന് യാതൊരു പങ്കുമില്ല, ബന്ധവുമില്ല എന്നും ഇറാനിയൻ വക്താവ് വ്യക്തമാക്കുന്നുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നെന്നും നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇപ്പോൾ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിന ലിവിറ്റ് പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമാണ് ഇറാന്റെ അവകാശവാദങ്ങൾ.